നമസ്കാരം. ശിവപ്രീതിക്കായി പ്രത്യേക ദിവസങ്ങൾ തന്നെ മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ശിവപ്രീതിയോടൊപ്പം പാർവതി ദേവിയുടെ പ്രീതി കൂടിയുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും. നാം എന്ത് തന്നെ ആഗ്രഹിക്കുന്നുവോ അത് നേടിയെടുക്കുവാൻ സാധിക്കും. ജോലിയിൽ ഉയർച്ച, ആഗ്രഹ സാഫല്യം, അതേപോലെ തന്നെ സമ്പത്ത് പെട്ടെന്ന് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കും. അത്തരത്തിൽ ഒരു ദിവസം തന്നെയാണ് പ്രദോഷം. പ്രദോഷ സന്ധ്യയിൽ ശിവപാർവതിമാർ ഏറ്റവും സന്തോഷത്തിൽ ഇരിക്കുന്ന സമയം കൂടിയാകുന്നു. അതിനാൽ ഈ സമയം നിങ്ങൾ എന്ത് തന്നെ ചോദിച്ചാലും ആ സമയം അത് നടക്കും എന്നാണ് വിശ്വാസം. അത്രമേൽ സവിശേഷമുള്ള സമയമാണ് ഇത്. ഇന്ന് രവി പ്രദോഷം, അതിനാൽ തന്നെ സൂര്യപ്രീതിയും ഇന്നേ ദിവസം നാം നടത്തേണ്ടതാകുന്നു. അതായത് സൂര്യദേവനെയും ഇന്ന് പ്രീതിപ്പെടുത്തേണ്ടതാകുന്നു. പുതുവർഷത്തിൽ വന്നു ചേരുന്ന ഐശ്വര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇരട്ടിക്കുവാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. നമ്മളിൽ ഈശ്വരാധീനം വർദ്ധിക്കുക, ഭാഗ്യം വർദ്ധിക്കുക, സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങൾ ആകർഷിക്കുവാൻ ഇതിലൂടെ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം ചെയ്യേണ്ട അതിവിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ഇന്ന് സന്ധ്യയ്ക്ക് ഞാൻ ഈ പറയുന്ന സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സമയത്ത് ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയാണ് എങ്കിൽ, ഈ കാര്യം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ചകൾ വന്നു ചേരും. അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിയുകയും ചെയ്യും. ഈ സമയത്തിന് പ്രാധാന്യമുണ്ട്. സമയം ഏവരും ഓർക്കുക. വൈകുന്നേരം അഥവാ സന്ധ്യയ്ക്ക് 5:35 മുതൽ 6:45 വരെയുള്ള സമയം. ഈ സമയം പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുക. പ്രത്യേകിച്ചും ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിക്കുക. ശിവലിംഗമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ശിവപാർവതി ചിത്രമുള്ളവർ പ്രത്യേകിച്ചും ഇപ്രകാരം ചെയ്യുവാൻ മറക്കാതിരിക്കുക. ശിവ അഷ്ടകം ഈ സമയം പാരായണം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം ഈ സമയം പാരായണം ചെയ്യുന്നതും അതിവിശേഷം തന്നെയാകുന്നു. അതിനാൽ സമയം മറക്കാതിരിക്കുക. വൈകുന്നേരം 5:35 മുതൽ 6:45 വരെയുള്ള ഈ സമയത്ത് തീർച്ചയായും നിങ്ങൾ ഭഗവാനെ ആരാധിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം വന്നു ചേരും. ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് ജലം ഉപയോഗിച്ച് എപ്രകാരം ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവാക്കുവാൻ സാധിക്കും എന്നാകുന്നു. കാരണം ഇത് ആർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമാകുന്നു. അതിനായി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് വെള്ളമാകുന്നു. ചില്ല് ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം എന്ന കാര്യം ഏവരും ഓർക്കുക. എത്ര വലിയ പ്രശ്നമാണ് എങ്കിൽ പോലും ഒരു ഗ്ലാസ് ജലം മതി എന്നതാണ് വാസ്തവം. ചില്ല് ഗ്ലാസ്സിൽ ജലം എടുക്കുക. 3/4 ഭാഗത്തോളം ജലം നമുക്ക് ആവശ്യമായിട്ട് വരും. അതിനുശേഷം കിഴക്കോട്ട് ദർശനമായി വയ്ക്കുക. തറയിൽ വയ്ക്കരുത് എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. പലകയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം. കിഴക്കോട്ട് ദർശനമായി തന്നെയാണ് നാമും ഇരിക്കേണ്ടത്. അപ്രകാരം ഇരുന്ന് അതിനു മുൻപിലായി തന്നെ ഇപ്രകാരം ജലം വയ്ക്കുക. ശേഷം ഓം നമഃശിവായ ഭഗവാന്റെ അതിവിശേഷമായ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്രകാരം ജപിക്കുന്നതിലൂടെ രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. അതേപോലെ തന്നെ മഹാമൃത്യുഞ്ജയ മന്ത്രം ഈ സമയം 108 തവണ ജപിക്കുക. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികമോ ബന്ധനാത് മൃത്യോർമുക്ഷിയമാമൃതാത് എന്നാകുന്നു. ഈ മന്ത്രം 108 തവണ ഇന്നേ ദിവസം ജപിക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജലം സേവിക്കുക എന്ന കാര്യമാകുന്നു. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും വഴിമാറുകയും ആ വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. അതോടൊപ്പം നാം അറിയേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷത്താൽ വലയുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇത്തരം ദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും.
തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം തടസ്സങ്ങൾ വഴിമാറിപ്പോകും. മറഞ്ഞിരിക്കുന്ന ഭാഗ്യം തെളിയും എന്ന കാര്യവും നാം ഓർക്കണം. അത്രമേൽ പ്രാധാന്യമുണ്ട് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ. ഈ കാര്യം ചെയ്യുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ വന്നു ചേരും. അതോടൊപ്പം നാം ചില കാര്യങ്ങൾ കൂടി ചെയ്യുക. അതായത് ഇപ്രകാരം ചെയ്തതിന് ശേഷം അടുത്ത ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അതായത് നാളെ ഈ കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യുക. അതിൽ ആദ്യത്തേത് ധാര നടത്തുക എന്ന കാര്യമാകുന്നു. ജലധാര തന്നെ ഭഗവാന് നാളെ നടത്തുക. അതോടൊപ്പം പിൻവിളക്ക് കൂടി നടത്തുക. ആ കാര്യം പ്രത്യേകം ഓർക്കണം. ധാരയും പിൻവിളക്കും നടത്തുക. ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ സർവ ഐശ്വര്യം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. സാധിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം ഭഗവാന് കൂവളമാല കൂടി സമർപ്പിക്കുക. അപ്രകാരം സമർപ്പിച്ച് ഭഗവാനെ നാളെ പ്രാർത്ഥിക്കുക. കുടുംബസമേതം തന്നെ ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഭഗവാന്റെ പ്രീതി പെട്ടെന്ന് നേടുവാൻ സാധിക്കും. നാളെ തിങ്കളാഴ്ച കൂടി ആയതിനാൽ, ഭഗവാന് വിശേഷപ്പെട്ട ദിവസം കൂടി ആയതിനാൽ ഇരട്ടി ഫലം തന്നെയാണ് ലഭിക്കുക. പെട്ടെന്ന് തന്നെ ഫലസിദ്ധി വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. നാളെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കയ്യിൽ വെളുത്ത പുഷ്പം വയ്ക്കുന്നതും അത് ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. നാളെ ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ, വീടുകളിൽ തന്നെ തെളിയിക്കുകയാണ് എങ്കിൽ ഈ പറയുന്ന ഫലം കൂടി ജീവിതത്തിലേക്ക് കടന്നു വരും. ദുഷ്ചിന്തകൾ ജീവിതത്തിൽ നിന്നും അകലും. കൂടാതെ മനസ്സിനും ശരീരത്തിനും ശുദ്ധി വന്നു ചേരും. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം കൂടി ജപിക്കുകയാണ് എങ്കിൽ അത് ആ വീടിനും വീട്ടുകാർക്കും സർവ ഐശ്വര്യം തന്നെ വന്നു ചേരുന്നതിന് സഹായകരമായി മാറും. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നേ ദിവസം പ്രത്യേകിച്ചും മത്സ്യവും മാംസവും ലഹരിയും ഉപയോഗിക്കാതിരിക്കുക എന്ന കാര്യം തന്നെയാകുന്നു. കൂടാതെ മുതിർന്നവരെ ഇന്നേ ദിവസം ബഹുമാനിക്കുന്നതും അവരുടെ അനുഗ്രഹം നേടുന്നതും വളരെ ശുഭകരമാകുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ഉള്ളവർ ഇപ്രകാരം ഇന്നേ ദിവസം ചെയ്യുവാൻ മറക്കാതിരിക്കുക. അതിനാൽ ഈ കാര്യം കൂടി ചെയ്യുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലം വന്നു ചേരുന്നതിനും പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കുവാനും സഹായകരമായി മാറും. എവർക്കും പരമശിവന്റെ അനുഗ്രഹം വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.